മൊത്തത്തില് നല്ല ചൂടല്ലേ പാലക്കാട്? ഭയങ്കര ചൂടാ അല്ലേ? 11 മണിക്ക് അത് ബാധിക്കുന്നുണ്ടോ? ഉച്ച കഴിയുമ്പോഴേക്കും രാവിലെ 11 മണി കഴിഞ്ഞാലുള്ള പ്രചരണം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പാലക്കാട് എല്ലാ കാൻഡിഡേറ്റ്സിനും, പക്ഷേ സി കെക്ക് പരിചയമുണ്ട്, വി കെ ശ്രീകണ്ഠനും സി കെക്ക് പരിചയമുണ്ട്. എ വിജയരാഘവൻ നേരത്തെ വന്ന് മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയ ചൂട് മത്സരിച്ചു. ഞാൻ മലമ്പുഴയിൽ മത്സരിച്ച സമയത്ത് പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം മലമ്പുഴയാണ്. അതുകൊണ്ട് 2 അസംബ്ലിയിലും അവിടെ മത്സരിച്ചുകൊണ്ട് ചൂട് അതിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ സി കെ ഈ പ്രചരണം നടത്തുന്ന സമയത്ത് ശ്രദ്ധിച്ചു, ഈ മറ്റെല്ലാ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സി കെ ആയിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ളത് ഏറെക്കുറെ നിശ്ചയമായിരുന്നു. അതെ, ഏറെക്കുറെ ആളുകൾക്ക് ധാരണയുണ്ടായിരുന്നു സി കെ ആവാനാണ്. മറ്റ് അട്ടിമറികളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സി കെ തന്നെ ആവും എന്നാണ്. ഫോട്ടോയൊക്കെ പല സ്ഥലങ്ങളിലും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു, പല പരിപാടികളുണ്ടായിരുന്നു, പദയാത്ര ഉണ്ടായിരുന്നു, ഉപയാത്ര ഉണ്ടായിരുന്നു, എല്ലാ മണ്ഡലങ്ങളിലും വളരെ സജീവമായിരുന്നു. ആൾക്കാരൊക്കെ ധാരാളം എല്ലാ മണ്ഡലങ്ങളിലും സംഘടനയെ സജീവമാക്കാൻ പദയാത്ര ഉണ്ട്. ഓക്കെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഒരു ഘട്ടത്തിൽ ഞാൻ കാണുന്ന സമയത്ത് നമ്മളന്ന് ആദ്യത്തെ കൗൺസിലറായിരുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ അവിടെ നിന്നും സി കെയുടെ ഒരു വളർച്ച എനിക്ക് എൻ്റെ കൺമുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സി കെ മണ്ഡലത്തിൽ ഇപ്പം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ പാലക്കാട്ടെ ജനങ്ങളോട് പറയുക? പാലക്കാട് കാലാകാലങ്ങളായിട്ട് പരിഹരിക്കപ്പെടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. ഏറ്റവും ആദ്യം പാലക്കാടിൻ്റെ ചികിത്സാ സൗകര്യം. പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് 2014 പാലക്കാട് മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട സമയത്ത് പാലക്കാട്ടുകാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു പാലക്കാട് ചികിത്സ മറ്റുള്ള ജില്ലകളിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ പോകേണ്ടതെന്ന്. പക്ഷേ 10 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ കിടത്തി ചികിത്സ ഇനി ആരംഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും പാലക്കാട്ടുകാർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയാം. ഞങ്ങൾ നിരവധി തവണ പറ്റിക്കപ്പെട്ട ആളുകളാണ്. കോച്ച് ഫാക്ടറിയുടെ പേരിൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പേരിലൊക്കെ പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിൻ്റെ ചികിത്സാ സൗകര്യത്തിന് പരിഹാരമാവുന്ന ആ രംഗത്ത് എയിംസ് പോലെയുള്ള ഒരു സ്ഥാപനം, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം പാലക്കാട് കൊണ്ടുവരാനുള്ള ശ്രമം അത് പാലക്കാട്ടുകാരുടെ ആവശ്യമാണ്. അതിൻ്റെ ഒരു കോച്ച് ഫാക്ടറിയാണ് ആൾക്കാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആ കോച്ച് ഫാക്ടറി ഇപ്പോൾ റേബറേലിയിലേക്ക് പോയി. ഇപ്പോൾ കേരള സർക്കാരിനും അതിൽ വലിയ താല്പര്യമില്ല എന്ന രീതിയിൽ കേട്ടു. കാര്യം ആ ഭൂമി തിരിച്ചേറ്റെടുക്കാനൊക്കെ തീരുമാനമാവുമെന്ന് അറിയുന്നു. കോച്ച് ഫാക്ടറി 2 മുന്നണികളാണ് ഉത്തരവാദികൾ. 2008 പ്രഖ്യാപിക്കുന്നത്. 2008 പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്ന് UPA സർക്കാരാണ്. അന്ന് പാലക്കാടിൻ്റെ MP NN കൃഷ്ണദാസാണ്. 2008 പ്രഖ്യാപിച്ച കോച്ച് ഫാക്ടറി 2014 പ്രവർത്തനം ആരംഭിപ്പിക്കാൻ അന്നത്തെ UPA സർക്കാർ വിചാരിച്ചാൽ കഴിയായിരുന്നു. അന്ന് കേരളം 2011 മുതൽ 2016 വരെ ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ UDFൻ്റെ ഭാഗത്തു നിന്നാണ് ഏറ്റവും വലിയ വീഴ്ച. 8 കേന്ദ്രമന്ത്രിമാരുണ്ട്. ആ 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് ഒരു ഫാക്ടറി ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം പ്രഖ്യാപിച്ച 2 ഫാക്ടറി റായ്ബറേലിയിലും ചപ്രയിലുള്ള കോച്ച് ഫാക്ടറികൾ രണ്ടും പ്രവർത്തനം. എനിക്കൊന്നും അതുകൊണ്ട് തന്നെ മിക്കവാറും റെയിൽവേയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുകൊണ്ട് പാലക്കാട് ഒരു കോച്ച് ഫാക്ടറി, പുതിയൊരു കോച്ച് ഫാക്ടറി വേണ്ട എന്നുള്ളതാണ് കേന്ദ്ര വലിയൊരു സാധ്യതയായിരുന്നു. വലിയൊരു സാധ്യതയായിരുന്നു. അതിന് പകരം ആ കോച്ച് ഫാക്ടറിക്ക് ഏറ്റെടുത്ത സ്ഥലത്ത് പാലക്കാട്ടിലെ കേരളത്തിലെ യുവാക്കൾക്ക് ജോലി കിട്ടുന്ന ഒരു വലിയൊരു കേന്ദ്ര ഗവൺമെൻറ് സംരംഭം തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ 2 പ്രധാനപ്പെട്ട പ്രോമിസുകളാണ് പാലക്കാടിന് എയിംസ് മാതൃകയിലുള്ള ഒരു ആതുരാലയം, ഒരു ആതുര ചികിത്സാ ഒരു കേന്ദ്രം കൊണ്ടുവരും എന്നുള്ളത്. രണ്ടാമത്തത് തൊഴിലാളികൾക്ക്, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന ഒരു വലിയ പദ്ധതി, ആയിരക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു മെഗാ പ്രോജക്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒരു മെഗാ പ്രോജക്ട് കോച്ച് ഫാക്ടറിക്കായിട്ടുള്ള നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറിക്കായിട്ട് അവിടെ ഏറ്റെടുത്ത സ്ഥലത്ത് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു രാഷ്ട്രീയം കൂടി, പൊതുവായിട്ടുള്ള രാഷ്ട്രീയം കൂടി ചോദിച്ചാൽ, ഇപ്പോൾ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോവുകയാണ്. അപ്പോൾ പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തിയത് BJP കഴിഞ്ഞതാണ്. ചെറിയ വോട്ടുകൾക്കാണ് ശ്രീധരന് സ്ഥാനം നഷ്ടപ്പെടുന്നത്. പാലക്കാട് നേരം ഒരുപക്ഷേ വടകരയിൽ നിന്ന് ഷാഫി ലോക്സഭയിലേക്ക് പോവുകയാണെങ്കിൽ പാലക്കാട് BJPയുടെ സാധ്യത കൂടുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു ബൈ ഇലക്ഷൻ ഇവിടെ വരികയാണെങ്കിൽ അടുത്ത ആ തെരഞ്ഞെടുപ്പിൽ, ആ ഉപതെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും. അതിനുള്ള ഗ്രൗണ്ട് വർക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ആരംഭിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ വന്ന പാളിച്ചയെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ച് ഇത്തവണ പിടിച്ചെടുക്കുക തന്നെ പറ്റി. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാലക്കാട് പിടിച്ചെടുക്കും എന്നാണ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, ഷാഫി അവിടെ വടകര ജയിക്കുകയാണെങ്കിൽ, വടകരയിൽ പക്ഷേ കടുത്ത മത്സരമാണ്. ഞാൻ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതും വളരെ കടുത്ത മത്സരമാണ്. മൂന്നാമത്തെ BJP സ്ഥാനാർത്ഥി അവിടെ വടകരയിൽ എത്തിയിട്ടില്ല. എനിക്കൊന്ന് ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. BDJS ആയിരിക്കും അല്ലേ? അപ്പോൾ പ്രഫുൽ കൃഷ്ണ കാണാൻ പറ്റിയില്ല. പക്ഷേ പ്രഫുൽ കൃഷ്ണ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തനമൊക്കെ വളരെ സജീവമാക്കിയിട്ടുണ്ട്. വളരെ നിർണായകമായൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് വടകര. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ ജിം തുടങ്ങിയിട്ട് കുറേ കാലമായിരുന്നു അല്ലേ? ഓപ്പൺ ജിം 7 വർഷമായി. പോറുണ്ടോ? തുടങ്ങി ജിമ്മിലൊക്കെ പോറുണ്ടോ? ഹെൽത്ത് കണ്ടീഷൻ ജിമ്മൊന്നുമില്ല, വീട്ടില് ചെറിയ വ്യായാമം ശാഖയിലൂടെ കിട്ടിയ. അതെ, അതിപ്പോഴും ഉണ്ട്. ഇപ്പൊ പോറുണ്ടോ? ശാഖയിൽ പോറുണ്ടോ? അത്യാവശ്യം പോകാറുണ്ട്. ഒഴിവുള്ള സമയങ്ങളിൽ പോവും. അത്യാവശ്യം ബോഡിയൊക്കെ. പക്ഷെ അതേ ചെറുപ്പക്കാരനായിരിക്കുന്നു, വലിയ മാറ്റമൊന്നുമില്ല. പഴയ CK അതേ CK ആയി തന്നെ നിൽക്കുന്നു. പക്ഷേ